ജയിച്ച കുട്ടിയുടെ കൂടെ നിൽക്കാൻ നാട്ടുകാർ മൊത്തം ഉണ്ടാവും. അയാൾക്ക് അവാർഡ് കൊടുക്കാനും അയാൾക്ക് അംഗീകാരങ്ങൾ കൊടുക്കാനും നാട്ടുകാർ മൊത്തം ഉണ്ടാവും. ചിലപ്പോൾ നമ്മുടെ കുട്ടി തോറ്റു എന്നും വരാം. ആഗ്രഹിച്ചതുപോലെ ഒരു വിജയം കിട്ടണമെന്നൊന്നുമില്ല കുട്ടികൾക്ക്. ആകെ 2 മണിക്കൂറാണ് പരീക്ഷയുടെ 2 മണിക്കൂർ. ആ 2 മണിക്കൂർ ഈ കുട്ടിക്കൊരു സ്ട്രെസ് ഉണ്ടായാൽ മതി. എത്ര പഠിച്ചാലും ആ കുട്ടിക്ക് പെർഫോം ചെയ്യാൻ പറ്റണമെന്നില്ല. എല്ലാ ദിവസവും ഒരേപോലെ നമ്മുടെ ഭക്ഷണം നന്നാവാറില്ലല്ലോ. അതെന്തുകൊണ്ടാണ്? ഓരോ ദിവസവും നമ്മൾ ഓരോ ആളാണ്. നമുക്ക് ഓരോ ദിവസവും ഓരോ മനസ്സാണ്. ഈ 2 മണിക്കൂർ നേരത്തെ പരീക്ഷയുടെ നേരമാണ്. ആ 2 മണിക്കൂർ നേരം ഈ കുട്ടി അനുഭവിക്കുന്ന ഒരു സ്ട്രെസ് മതിയാവും. ആ കുട്ടിയുടെ പരീക്ഷയുടെ പെർഫോമിംഗ് ലെവൽ ഒരുപക്ഷെ മാറിപ്പോകും. നമ്മുടെ കുട്ടിയുടെ കൂടെ നമ്മളുണ്ടാവണം. അവരുടെ പരാജയങ്ങളിൽ, അവരുടെ വിജയങ്ങളിൽ, അവരുടെ സന്തോഷങ്ങളിൽ, അവരുടെ സങ്കടങ്ങളിൽ എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് നമ്മുടെ കുട്ടികൾ ജീവിതത്തിൽ എന്നും ഉറച്ചു വിശ്വസിക്കണം. എപ്പോഴാണ് നമ്മുടെ കുട്ടികൾ നമ്മളോട് കള്ളം പറയാറുള്ളത് എന്നറിയോ? സത്യം പറഞ്ഞാൽ കുഴപ്പമാകുമെന്ന് വിചാരിക്കുമ്പോഴാണ്. സത്യം പറഞ്ഞാലും കുഴപ്പമില്ല എന്ന് തിരിച്ചറിയുന്ന ഒരു കുട്ടി സത്യമേ പറയൂ. കാരണം കള്ളം പറയേണ്ട ഒരു ആവശ്യമില്ലാത്ത ഒരു സ്ഥലത്ത് കുട്ടി കള്ളം പറയൂല്ലല്ലോ, സത്യമല്ലേ പറയൂ. ബാലേട്ടൻ എന്നൊരു സിനിമ ഉണ്ടായിരുന്നു. ആ സിനിമയിൽ അച്ഛൻ മരിച്ചതിൻ്റെ പിറ്റേന്ന് മകൻ പാടുന്നൊരു പാട്ടുണ്ട്. ആ പാട്ടിലെ വരി ഇങ്ങനെയാണ്. ഒരു പാട്ട് കൊണ്ടാണ് നമ്മുടെ സംസാരം തുടങ്ങിയത്, വേറൊരു പാട്ട് കൊണ്ട് നമ്മുടെ സംസാരം അവസാനിപ്പിക്കുക. അച്ഛൻ മരിച്ചതിൻ്റെ പിറ്റേന്ന് മകൻ പാടുന്ന പാട്ട്. ആ പാട്ടിലൊരു വരി ഇങ്ങനെയാണ്: ഉള്ളിനുള്ളിലെ അക്ഷരപ്പൂട്ടുകൾ ആദ്യം തുറന്നു തന്നു അച്ഛൻ, കുഞ്ഞിക്കാലടി ഓരടി തെറ്റുമ്പോൾ കൈ തന്ന് കൂടെ വന്നു. ഞാനിങ്ങനെ നടക്കാൻ പഠിക്കുമ്പോഴേ ഞാൻ വീഴുന്ന സമയത്ത് ഞാൻ വീണ് നിലത്തേക്ക് എത്തില്ല. അതിനു മുമ്പ് ഒരാൾ എന്നെ പിടിക്കും, എന്നെ വീഴാതെ കാക്കും എൻ്റെ അച്ഛൻ. കാലുകൾ ഇടറുമ്പോൾ എന്നെ ചേർത്ത് പിടിക്കും. കുഞ്ഞിക്കാലടി മാത്രമല്ല തെറ്റിപ്പോവുക, വലിയ കാലടികളും തെറ്റും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടെ നമ്മളുണ്ടാവട്ടെ. ലോകത്ത് ഏറ്റവും സമാധാനത്തോടെ കിടന്നുറങ്ങുകയും ഉണരുകയും ചെയ്യുന്ന കുട്ടികളായി നമ്മുടെ കുട്ടികൾ മാറട്ടെ. ഈശ്വരൻ അവരുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ആ അത്ഭുതത്തെ തിരിച്ചറിയാൻ കഴിയുന്ന കുഞ്ഞുങ്ങളായി നമ്മുടെ കുഞ്ഞുങ്ങൾ മാറട്ടെ. അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും, അവരുടെ ജീവിതത്തിലെ ദുഃഖങ്ങളിലും, അവരുടെ ജീവിതത്തിലെ ഒറ്റപ്പെടുന്ന നിമിഷങ്ങളിലും നമ്മുടെ വാക്കുകൾ അവരുടെ മനസ്സിന് തണുപ്പും സാന്ത്വനമായി മാറട്ടെ.